ബെനീസ് വ്ലോഗ്സിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഇറ്റാലിയൻ പട്ടണമായ ടിറാനോയിൽ നിന്നും പനോരമിക് ബസ്സായ ബെർണീന ബസ്സിൽ സ്വിറ്റ്സർലൻഡിലെ മനോഹര നഗരമായ ലുഗാനോയിലേക്കുള്ള ഒരു ബസ് യാത്രയാണ്. ഇതാണ് ആ റൂട്ട്, ടിറോന ടു ലുഗാന എന്നുള്ള ഇത് കണ്ടിന്യൂസ് ലൈൻ അല്ലാത്ത ആ ഒരു റൂട്ട് വഴിയാണ് നമ്മൾ പോകുന്നത്. നമ്മൾ ഇറ്റലി വഴിയാണ് കൂടുതൽ, ഇറ്റലിയിലാണ് മുഴുവൻ യാത്ര ചെയ്യുന്നത്. അവസാനം കുറച്ച് ഭാഗം മാത്രം, അല്പ സ്ഥലം മാത്രമേ ഉള്ളൂ. നമ്മൾ ലുഗാനോയുടെ പ്രാന്തപ്രദേശത്തു കൂടി അങ്ങോട്ട് പോകുന്നു. ഇതാണ് നമ്മൾ ടിറാനോ റെയിൽവേ സ്റ്റേഷനാണ് ഇത് കാണുന്നത്. അവിടെ നിന്ന് ഇപ്പോൾ ആൾക്കാർ ഒരാൾ ബാഗുമായിട്ട് അവിടെ പോയി നിൽക്കുന്നു. ഇപ്പോൾ അവിടെ നിന്ന് അതിൻ്റെ എൻട്രൻസ് വഴി നമ്മൾ വെളിയിലേക്ക്, സ്റ്റേഷൻ്റെ അവിടെ നിന്ന് വെളിയിലേക്ക് വരുന്നത്. ഇവിടെ വെളിയിൽ നോക്കിയാൽ നമുക്ക് അവിടെ ഒരു ഹോട്ടലുണ്ട്. നമുക്കവിടെ ഫുഡ് കഴിക്കാൻ വേണേൽ ഇതിൻ്റെ കുറച്ചുകൂടെ അങ്ങോട്ട് മാറിയാണ് നമുക്ക് ബസ് കിട്ടുന്നത്. ബസ് സ്റ്റോപ്പ് ചെയ്യുന്ന സ്ഥലം അവിടെയാണ്. അപ്പോൾ നമ്മൾ ഇവിടെ പിന്നെ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് വെളിയിലേക്ക് ഇറങ്ങി നമുക്കിവിടെ ഒരു മണിക്കൂറോളം നമുക്ക് പിന്നെ ഈ ലഞ്ച് സമയം ഗ്യാപ്പുണ്ട്. നമ്മളത് കഴിച്ചിട്ട് ബസ്സിൻ്റെ അടുത്ത് പോയി റിപ്പോർട്ട് ചെയ്യുക, അവിടെ നിന്ന് പോകാം. ബസ്സിന് നമുക്ക് റിസർവേഷൻ വേണം. അപ്പോൾ അതുകൊണ്ട് നേരത്തെ നമ്മൾ ടിക്കറ്റൊക്കെ അതെടുത്ത് നമ്മുടെ പിന്നെ മൊബൈലിലാണ് ടിക്കറ്റിൻ്റെ റിസർവേഷൻ കിട്ടിയിരിക്കുന്നത്. ഇത് നമ്മളിവിടെ ഒരാളുടെ ഫോട്ടോയും ഇറ്റാലിയൻ ലാംഗ്വേജിൽ എഴുതി വെച്ചിരിക്കുന്നത്. ഇതിൻ്റെ മലയാളം പിന്നെ വേർഷൻ എന്ന് പറയുന്നത് ജനങ്ങളുടെയും സംസ്കാരങ്ങളുടെയും ഈ മീറ്റിംഗ് സ്ഥലത്ത് ടിറാനോ ഓർക്കുക, ലൂയിഗി ടൊറല്ലി എന്ന് പറഞ്ഞ ആളാണ്. അവിടെ 1810-1887 സ്വാതന്ത്ര്യ സഹകരണത്തിൻ്റെയും പുരോഗതിയുടെയും പൈനിയറാണ്. അയാളുടെയാണ് അവിടെ ആ ഫോട്ടോ കണ്ടത്. ഇത് നമ്മൾ അതിനോട് ചേർന്നുള്ള അടുത്തുള്ളൊരു ഹോട്ടലാണ്. അവിടെ നമ്മൾ പിന്നെ ആഹാരം കഴിക്കാൻ വേണ്ടി കയറി. ഇറ്റാലിയൻ പിസ്സകളാണ് ഇറ്റലിയിലൊക്കെ പേര് കേട്ടത്. അപ്പം ഇറ്റാലിയൻ പിസ്സ തന്നെ കഴിക്കാമെന്ന് ഓർഡർ ചെയ്തു. ഇപ്പോൾ ഹോട്ടലിൻ്റെ വെളിയിൽ മുകളിൽ ഈ പിന്നെ ഷീറ്റ് ഇട്ടിട്ട് അതിൻ്റെ താഴെ നമുക്ക് ടേബിൾസ് ഇട്ടിട്ടുണ്ട്. ആ ടേബിളിലാണ് നമ്മളിരുന്ന് കഴിക്കുന്നത്. ഞങ്ങൾക്ക് ഒരാളിന് 8.5 യൂറോയേ ആയുള്ളൂ. അതേസമയം നമ്മൾ തലേദിവസത്തെ ലഞ്ചിന് പിന്നെ സ്വിറ്റ്സർലൻഡിലെ ട്രെയിനിൽ ഗ്ലേഷ്യർ എക്സ്പ്രസ്സിൽ ഏതാണ്ട് 3200 രൂപയായി ലഞ്ചിന്. അത് അത്രയും വ്യത്യാസമുണ്ട് സ്വിറ്റ്സർലൻഡിലെ ഇവിടെ ഇറ്റലിയുടെയും തമ്മിലുള്ള ഫുഡിൻ്റെയും. പിന്നെ സ്വിറ്റ്സർലൻഡിൻ്റെ ആ ഒരു പർട്ടിക്കുലർ ട്രെയിൻ ആയതുകൊണ്ട് അതിന് അല്പം കൂടുതലായി, അതേ ഉള്ളൂ. ഇവിടെ ഇറ്റലിയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, അപ്പോൾ അവിടെ നമ്മൾ ടേബിൾ വിരിയുടെ എക്സ്പെൻസോടെ അവർ ചെറിയൊരു എക്സ്പെൻസോടെ നമ്മുടെ ബില്ലിനോട് കൂടി വരും. ഫുഡിൻ്റെ അവിടെ കാണിച്ചിരുന്ന റേറ്റ് മാത്രമല്ല, പ്ലസ് ടേബിൾ വിരിയുടെയും കൂടെ അവർ ഒരു ചെറിയ എമൗണ്ട് അതിനോട് കൂടി എടുക്കും. ഇതാണ് ബെർണീന ബസ് പുറപ്പെടുന്ന സ്ഥലം. ഇവിടെയാണ് നിർത്തിയിട്ടിരിക്കുന്നത്. നമ്മളിവിടെ വന്ന് ഇതിനകത്ത് കയറുക. ഇവിടെ നിന്നാണ് ബസ് പുറപ്പെടുന്നത്. നമ്മുടെ ട്രെയിനിൽ വന്ന ആൾക്കാർ ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. എല്ലാവരും ആഹാരമൊക്കെ കഴിച്ച് ഇവിടെ റിപ്പോർട്ട് ഇവിടെ നിന്നാണ് കയറി പോകുന്നത്. നമുക്ക് പിന്നെ ഈ ഒരു 2:20 ഇവിടെ നിന്ന് പുറപ്പെടുന്ന ബസ് പുറപ്പെടുന്നത്. ഏകദേശം 3 മണിക്കൂറാണ് നമ്മുടെ ഈ യാത്ര. ഇതിന് സീറ്റ് റിസർവേഷൻ നിർബന്ധമാണ്. ഞങ്ങൾക്ക് സിസ്പാസ് ആയിരുന്നുകൊണ്ട് നമുക്ക് പിന്നെ ഈ സിസ്പാസ് ഈ ബെർണീന ബസ്സിലും പിന്നെ ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മളിപ്പോൾ ഇത് സഞ്ചരിക്കുന്ന റൂട്ടിൽ 99% ഏരിയയും ഇറ്റലിയാണ്. അവിടെ ലുഗാനോ എന്ന് പറഞ്ഞ സ്വിറ്റ്സർലൻഡിൻ്റെ ഒരു പട്ടണത്തിലേക്ക് കയറുന്നത് മാത്രമേ ഉള്ളൂ. പക്ഷേ ഈ 99% ഇറ്റലിയോട്ട് പോയാലും ഈ പർട്ടിക്കുലർ ബസ്സിൽ ഇത് ബെർണീന ഒരു ഇതിൻ്റെ ഫലമായി ബെർണീന ട്രെയിൻ പിന്നെ സ്വിറ്റ്സർലൻഡിലൂടെയാണ് ഈ പറഞ്ഞ പോലെ 99% ഓടുന്നത്. ഓൺലി ജസ്റ്റ് ടിറോനയുടെ ഒരു സ്റ്റേഷൻ ചെന്ന് നിർത്തുന്നതിനുള്ളൂ ഇറ്റലിയിൽ. അപ്പോൾ ഇതുകൊണ്ട് കൂടി നമുക്ക് ഈ രണ്ടും നമുക്ക് ഈ ഒരു സിസ്പാസിനകത്ത് കവേർഡാണ്. യൂറോപ്പാസിലും സിസ്പാസിലും ഇത് കവേർഡാണ്. പക്ഷേ ഒരു കുഴപ്പമെന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ബസ് കിട്ടിയില്ലെങ്കിൽ വേറെ ട്രെയിനോ വേറെ ബസ്സിനോ ലുഗാനോയ്ക്ക് പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് വേറെ അഡീഷണൽ സിസ്പാസ് പറ്റത്തില്ല. യൂറോ റെയിൽ പാസ് പക്ഷേ ഓക്കെയാണ്. സിസ്പാസ് വെച്ച് നമുക്ക് മറ്റേ ഇറ്റാലിയൻ ട്രെയിനിൽ അത് പറ്റത്തില്ല. നമ്മൾ വേറെ എടുക്കേണ്ടി വരും. ഇതിനകത്ത് നമുക്ക് ബസ്സിനകത്ത് കുഴപ്പമില്ല. ബസ്സിൽ പിന്നെ നമ്മുടെ പിന്നെ സിസ്പാസ് വെച്ച് നമ്മൾ കയറി. അതുകൂടാതെ നമുക്ക് ഇവിടെ നമ്മൾ ഈ പിന്നെ ബെർണീന ട്രെയിനിനും ബസ്സിനും പ്രത്യേകം റിസർവേഷൻ ആവശ്യമാണ്. ഓരോ യാത്രക്കാരനും ഓരോ യാത്രയ്ക്കും റിസർവേഷൻ നൽകണം. ബസ്സിൽ 2ാം ക്ലാസ് സീറ്റുകളേ ഉള്ളൂ. അതിനകത്ത് 2ാം ക്ലാസ് റിസർവേഷൻ നിരക്ക് മാത്രം
ബെണിന എക്സ്പ്രസ് സീറ്റ് റിസർവേഷൻ്റെ ഡീറ്റെയിൽസ് പറഞ്ഞാൽ നമ്മൾ ബസ്സിൻ്റെ നമ്മൾക്ക് ആ നല്ല മെയ് തുടങ്ങി ഒക്ടോബർ വരെയുള്ള സീസണിൽ പീക്ക് സീസണിൽ 16 സ്വിസ് ഫ്രാങ്കും പിന്നെ മറ്റ് മാസങ്ങളെന്ന് പറയും ഇതല്ല മെയ് തുടങ്ങി ഒക്ടോബർ അല്ലാത്ത മാസങ്ങളിൽ 14 2 ഫ്രാങ്ക് കുറവുണ്ട്. നമുക്ക് സീറ്റിൻ്റെ നമ്മൾ ടിക്കറ്റിന് മുകളിലാണ് ഈ റിസർവേഷൻ ചാർജ് കൊടുക്കേണ്ടത്. ടിക്കറ്റും വേണം, ഈ റിസർവും ചെയ്യണം. ഇതാണ് നമ്മൾ പിന്നെ ബസ്സിനകത്തിരുന്ന് ബസ്സിൻ്റെ നേരെ ബാക്കിയുള്ള വീഡിയോസെല്ലാം ഞാൻ സൈഡിലേക്ക് നോക്കിയാണ് പകർത്തിയത്. ഇത് ബസ്സിൻ്റെ മുന്നേ ഞാൻ 3rd റോയിലാണ് എനിക്ക് സീറ്റ് കിട്ടിയത്. ഞങ്ങൾ 4 പേരുണ്ടായിരുന്നു. ഞങ്ങൾക്ക് 4 പേർക്ക് 4 സ്ഥലങ്ങളിലാണ് സീറ്റ് കിട്ടിയത്. അടുപ്പിച്ച് സീറ്റ് കിട്ടിയില്ല. ഏറ്റവും ഫ്രണ്ടിൽ ഇരിക്കുന്നവർക്ക് വീഡിയോ എടുക്കാനൊക്കെ ഏറ്റവും നല്ല സൗകര്യമാണ്. അത് പക്ഷേ 2-3 പേർക്ക് മാത്രമേ അവിടെ സീറ്റ് കിട്ടത്തുള്ളൂ. അതൊക്കെ നേരത്തെ ചെയ്തവർക്ക് കിട്ടി. എനിക്ക് എൻ്റെ സീറ്റ് 3rd റോയിലായിരുന്നു. എൻ്റെ മുന്നിൽ 1-2 റോയിൽ ആൾക്കാരുണ്ട്. അവരെല്ലാം കൂടുതലും യൂറോപ്യൻസൊക്കെയാണ്. നമുക്ക് അതുകൊണ്ട് ഞാൻ അകത്തുനിന്നുള്ളൊരു ഫ്രെയിം ഇതാണ് ഇപ്പോൾ കാണിക്കുന്നത്. ബസ്സിനകത്തിൻ്റെ 3rd റോയിൽ ഇരുന്നുകൊണ്ടുള്ള 3rd റോയിൽ റൈറ്റ് സൈഡിലാണ് എനിക്ക് സീറ്റ് കിട്ടിയത്. ഈ ഇവിടുന്ന് ബെണിന ബസ്സിൽ ടിറാനയിൽ നിന്ന് ലുഗാനയിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്നത് ലെഫ്റ്റ് സൈഡിലെ സീറ്റുകളാണ്. ലെഫ്റ്റ് സൈഡിലെ സീറ്റിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾമോസ്റ്റ് ഈ 3 മണിക്കൂറിൽ 1 മണിക്കൂറിൽ കൂടുതൽ നമ്മൾ ലെഫ്റ്റ് സൈഡിലായിരിക്കുന്നെങ്കിൽ നമ്മൾ ആ ഒരു തടാകത്തിൻ്റെ സൈഡ് വഴിയാണ് പോകുന്നത്. അപ്പോൾ ആ തടാകത്തിൻ്റെ ദൃശ്യങ്ങൾ നമുക്ക് ഓൾമോസ്റ്റ് 1 മണിക്കൂറോളം നമുക്ക് ഒപ്പിയെടുക്കാൻ പറ്റും. അതേസമയം റൈറ്റ് സൈഡിലിരുന്നാൽ നമുക്ക് അല്പം അവിടെ നമുക്ക് തിരിയുകയും ഒക്കെ ചെയ്യുമ്പോൾ ഉള്ള ചില സ്ഥലങ്ങളിൽ മാത്രമേ നമുക്ക് കിട്ടത്തുള്ളൂ. ലെഫ്റ്റ് സൈഡാണ് ഏറ്റവും ബെസ്റ്റ് ഇതിന് കിട്ടുന്നത്. പക്ഷേ എനിക്ക് എൻ്റെ പിന്നെ സീറ്റ് റൈറ്റ് സൈഡിലായിപ്പോയി. നമ്മൾ ഇറ്റലിയുടെ പട്ടണങ്ങൾ വഴിയും നാട്ടിൻപുറങ്ങളും വഴിയാണ് ഈ ലുഗാന എന്ന് പറയുന്ന സ്വിറ്റ്സർലൻഡിൻ്റെ പ്രദേശത്തേക്ക് പോകുന്നത്. നോക്കിയാൽ കാണാം അകലെ ഇങ്ങനെ പൊങ്ങിയ പർവ്വതങ്ങളും അതിൻ്റെ താഴെ ഇങ്ങനെ നിരപ്പ് പ്രദേശങ്ങളുമാണ്. അവിടെ എല്ലാം വീടുകൾ, ഇതൊക്കെ ഒരു ഫാക്ടറിയാണെന്ന് തോന്നുന്നു, കണ്ടിട്ട് ഫാക്ടറി സമുച്ചയങ്ങളാണ്. കൃഷിയിടങ്ങളും വീടുകളും ഫാക്ടറികളും ഓഫീസുകളും ഒത്തിരി ഷോപ്പിംഗ് മാളുകൾ കണ്ടു. ഇതൊക്കെ എന്തോ ഫാക്ടറികളാണ്. റോഡുകളൊക്കെ നല്ല കണ്ടീഷനിലുള്ള റോഡുകളാണ് അവിടുത്തെ എല്ലാം. എന്തോ ഒരു മാർക്കറ്റാണ്. വിവിധ ചായം പൂശിയ ബിൽഡിങ്ങുകളും അതുപോലെ തന്നെ ഇവിടെ സ്വിറ്റ്സർലൻഡിലെ പോലെ തണുപ്പില്ല. ഞങ്ങൾ കോട്ടിടാതെയാണ്, അപ്പോൾ ഇന്നർ ഓൾറെഡി ഇട്ടായിരുന്നു. സ്വിറ്റ്സർലൻഡ് വഴി യാത്ര ചെയ്തപ്പോഴത്തേന് ഇന്നർ ഇട്ടുകൊണ്ടാണ് വന്നത്. ഇനിയിപ്പോൾ നമ്മൾ ഇത് കഴിഞ്ഞിട്ട് നേരെ ലുഗാനയിൽ ചെല്ലുമ്പോൾ വീണ്ടും പഴയ പോലെ തന്നെ തണുപ്പിലേക്കാണ് പോണേ. സോ അതുകൊണ്ട് ഞങ്ങൾ കോട്ടൊക്കെ നമുക്കിപ്പോൾ ഉപയോഗിക്കേണ്ട. ഇറ്റലി വന്നു കഴിഞ്ഞപ്പോഴത്തേനും ഓവർകോട്ടിൻ്റെ ആവശ്യമില്ല. നമുക്ക് സഹിക്കാവുന്ന പോലെയുള്ള എന്ന് വെച്ചാൽ നല്ല 10-15 ഉണ്ട് ഇവിടുത്തെ ടെമ്പറേച്ചർ. കുഴപ്പമില്ല, നമുക്കിവിടെ ഓവർകോട്ടില്ലെങ്കിലും ഇവിടെ നമുക്ക് സുഖമായിട്ട് യാത്ര ചെയ്യാം. നമ്മുടെ ഈ ബെന്നീസ് വ്ലോഗ്സ് നമ്മുടെ ചാനൽ ഇതുവരെയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക. നമുക്ക് നമ്മളെ ഫ്രണ്ടിൽ ഇരുന്നുകൊണ്ട് ചെറുതായിട്ടുള്ള ഒരു നമ്മുടെ ഈ അതിൻ്റെ ഈ സൈഡിലത്തെ ആ ഒരു ചില്ലുള്ളതുകൊണ്ട്, ബസ്സിൻ്റെ ചില്ലുള്ളതുകൊണ്ട് അത് മാറ്റാൻ പറ്റാത്തതുകൊണ്ട് നമുക്ക് അതിൻ്റെ ഒരു റിഫ്ലക്ഷൻ കാണുന്നുണ്ട്. ലെഫ്റ്റ് സൈഡിൻ്റെ ഒരു റിഫ്ലക്ഷൻ അതിൻ്റെ ഒരു കോർണറിലുണ്ട്. നമുക്ക് എന്നാലും വലിയ കുഴപ്പമില്ലാതെ കിട്ടിയിട്ടുണ്ട്. എന്തൊക്കെയോ ഫാക്ടറികളോ ഓഫീസുകളോ അതുപോലെയൊക്കെയുള്ള സ്ഥലങ്ങളാണെന്ന് തോന്നുന്നു. വലിയ ബിൽഡിങ്ങുകളും എൻ്റെ എല്ലാം മുറ്റത്തും എല്ലാം ഒത്തിരി കാറുകളൊക്കെ നിരത്തിയിട്ടിട്ടുണ്ട്. ബോർഡുകളുണ്ട്, പക്ഷെ നമുക്ക് ആ വഴിയുടെ തിരിയുന്നിടത്ത് ബോർഡുകളൊന്നും നമ്മൾ സൈഡിലേക്ക് എടുക്കുന്നുണ്ട്
കിട്ടുന്നില്ല. നമുക്ക് ഫ്രണ്ടിൽ സീറ്റ് കിട്ടുമായിരുന്നെങ്കിൽ വളരെ നല്ലതായിട്ട് ഇത് കവർ ചെയ്യാൻ പറ്റുമായിരുന്നു. പക്ഷെ നിർഭാഗ്യവശാൽ നമുക്കത് കിട്ടിയില്ല. നമ്മൾ താമസിച്ചെടുത്തുകൊണ്ട് നമുക്കിങ്ങനെ സ്കാറ്റർ ചെയ്താണ്, ഞങ്ങൾക്ക് 4 പേർക്കും അടുത്തടുത്ത് കിട്ടിയില്ല, സ്കാറ്റർ ചെയ്താണ് കിട്ടിയത്. അത്യാവശ്യം അതെല്ലാം കിട്ടിയത് വലിയ ഭാഗ്യമായിപ്പോയി. അല്ലെങ്കിൽ പിന്നെ നമുക്ക് വേറെ എന്തെങ്കിലും രീതിയിൽ പോകേണ്ടി വന്നേനെ. ഇതെല്ലാം വരണ്ട കുന്നുകൾ കാണാം. അവിടെയും ആ കുന്നുകളിലൊക്കെ ഓരോ വീടുകളുണ്ട്. ഒരുപക്ഷെ അവിടെയൊക്കെ ഇനി അവിടെയൊക്കെ ഈ പച്ചപ്പ് ഉണ്ടാവുമായിരിക്കും. ഈ ഇത് കാലാവസ്ഥ ഇങ്ങനെ മാറി മാറി വരുന്നതുകൊണ്ട് കുറച്ചുകൂടെ കഴിയുമ്പം ആ കുന്നുകളിലൊക്കെ പുല്ലുകൾ പൊട്ടിമുളയ്ക്കുകയും അവിടെയും പച്ചപ്പൊക്കെ കാണുമായിരിക്കും. ഇതെല്ലാം പല ഓഫീസുകളും കാര്യങ്ങളൊക്കെയാണെന്ന് തോന്നുന്നു. ഇവിടെ എല്ലാം കാറുകളൊക്കെ പാർക്ക് ചെയ്ത് കിടപ്പുണ്ട്. ഫാക്ടറികളോ ഓഫീസുകളോ ഒക്കെ ആയിരിക്കാം. നമുക്ക് ഈ യാത്രയിൽ ഒരു സ്ഥലത്ത് മാത്രമേ ഉള്ളൂ നിർത്തുന്നുള്ളൂ. ഇടയ്ക്ക് ഒരു സ്ഥലത്ത് നമുക്ക് ബാത്റൂമിൽ പോകാനൊക്കെ ആയിട്ട് നമുക്ക് ഈ 3 മണിക്കൂറിലൊരു ബ്രേക്കുണ്ട്, ഒരു സ്ഥലത്ത് നിർത്തും. അപ്പോൾ അത് നമുക്ക് അവിടെ ഇറങ്ങി ഇതൊക്കെ കഴിഞ്ഞിട്ട് പോകാം. ഒറ്റ സ്റ്റോപ്പേ ഉള്ളൂ ഈ ബസ്സിന്. എല്ലാം സീറ്റുമൊക്കെ നല്ല സൗകര്യപ്രദമാണ്. യാത്ര സുഖകരമാണ്. ഇതെല്ലാം എന്തൊക്കെയോ ഓഫീസുകളോ എന്തൊക്കെയാണെന്ന് തോന്നുന്നു. പലതും നമ്മുടെ ഇവിടെ ഇല്ലാത്ത ഇതായതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് ബോർഡ് കാണുമ്പോഴത്തേനും മനസ്സിലാകുന്നില്ല. ഇതൊക്കെ എന്തോ ഔട്ട്ലെറ്റുകളാണ്. ഒരു പമ്പുണ്ട്. പല ഫാക്ടറിയുടെ ഔട്ട്ലെറ്റുകളൊക്കെ ആണെന്ന് തോന്നുന്നു. എല്ലായിടും നിറയെ വണ്ടികളൊക്കെ കിടപ്പുണ്ട്. അപ്പോൾ ആൾക്കാർ അകത്ത് ജോലി ചെയ്യോ സന്ദർശിക്കുന്നോ ഒക്കെ ആണെന്ന് തോന്നുന്നു. അവിടെ നമുക്ക് പരിചയമുള്ള ഒരു ഇത് കണ്ടുള്ളൂ. ഡെക്കാത്തലൻ്റെ ഒരു ഔട്ട്ലെറ്റ് അവിടെ കാണുന്നുണ്ട്. അതിൻ്റെ ഫ്രണ്ടിലൊക്കെ ഇഷ്ടംപോലെ വണ്ടികൾ നിർത്തിയിട്ടുണ്ട്. അതുപോലെ നിരവധി ബ്രാൻഡുകളുടെ ഔട്ട്ലെറ്റ്സുകളാണെന്ന് തോന്നുന്നു കണ്ടിട്ട്. എല്ലായിടത്തും ഓരോ പേരുകളുണ്ട്. ബട്ട് നമുക്ക് അത്ര ഫേമസ് അല്ലാത്ത ഇറ്റാലിയൻ അല്ലെങ്കിൽ യൂറോപ്യൻ പിന്നെ ഇതാണ് പിന്നെ കമ്പനികളുടെ ഔട്ട്ലെറ്റ്സുകളാണെന്ന് തോന്നുന്നു. ഇതെല്ലാം ഔട്ട്ലെറ്റ് എഴുതി വെച്ചിട്ടുണ്ട്. ബട്ട് ആ പേരും ഉണ്ട്. പക്ഷെ നമ്മുടെ ഇവിടെ അത്ര കേട്ടിട്ടില്ലാത്ത കമ്പനികളാണ്. ഇവിടെ എല്ലാം നിറയെ വണ്ടികളും പാർക്ക് ചെയ്തിട്ടുണ്ട്. ഇതൊരു വലിയ ഷോപ്പിംഗ് മോൾ പോലെ തോന്നുന്നു. മക്ഡൊണാൾഡ് ആണെന്ന് തോന്നുന്നു. അതെ, മക്ഡൊണാൾഡാണ്. അപ്പോൾ ഇവിടെ വരുന്നവർക്കും വഴിയുടെ പോകുന്ന യാത്രക്കാർക്കൊക്കെ അവിടെ കയറി ഫുഡ് ആസ്വദിക്കാം. ഇങ്ങനെ നമ്മൾ കാറിനൊക്കെ പോവുകയാണെങ്കിൽ നമുക്കൊന്ന് ബാത്റൂമിൽ പോകണമെങ്കിൽ ഇവിടെയൊക്കെ നമ്മൾ ഇങ്ങനെയുള്ള മക്ഡൊണാൾഡ് പോലെയുള്ള വലിയ ഫുഡ് ഹൗസിലൊക്കെ കയറി കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് ഫ്രീ ആയിട്ട് യൂറിൻ പാസ് ചെയ്യുന്നതിനൊക്കെയുള്ള ഫെസിലിറ്റീസ് കിട്ടും. അല്ലാത്തടത്തൊക്കെ മിക്കവാറും ഒരു യൂറോ ഒരു ഫ്രാങ്ക് നമ്മളിട്ടാലേ ഉള്ളൂ. ആ ടേൺ സ്റ്റൈൽ അത് മാറണമെങ്കിൽ നമുക്ക് നമ്മൾ 1 യൂറോ ഇടുമ്പോഴേ അത് മാറുള്ളൂ. അന്നേരം നമ്മൾ അകത്ത് കയറുക, തിരിച്ചിറങ്ങുന്നതിന് കുഴപ്പമില്ല. ഇതുപോലെയുള്ള മക്ഡൊണാൾഡ്സ് പോലെയുള്ള സ്ഥലങ്ങളിൽ നമ്മൾ കയറി കഴിഞ്ഞാൽ അവിടെ ചിലപ്പം ഫ്രീ ആയിട്ടുള്ള നമുക്ക് ബാത്റൂം ഫെസിലിറ്റി നമുക്ക് ഉപയോഗിക്കാൻ പറ്റും, അവൈൽ ചെയ്യാൻ പറ്റും. അപ്പം നമ്മൾ ഇപ്പം കണ്ടു കഴിഞ്ഞ ഭാഗം ഈ പിന്നെ കണ്ട ഡെക്കാത്തലൻ അതുപോലെയൊക്കെയുള്ള കമ്പനികളുടെ ഔട്ട്ലെറ്റ്സ് ആയിരുന്നു. ഇപ്പം ഇങ്ങോട്ട് വന്നപ്പം കുറച്ചുകൂടെ നമുക്ക് ഈ കൃഷിയിടങ്ങൾ പോലെ കാണുന്നുണ്ട്. പച്ച പുല്ലുകളും ബിൽഡിങ്ങുകൾ കുറവാണ്. ബിൽഡിങ്ങുകളുണ്ട്, എന്നാലും നമ്മൾ അങ്ങ് ദൂരെ പിന്നെ മലയുടെ താഴ്വാരങ്ങളിലൊക്കെ സൈഡിലൊക്കെ ഒത്തിരി കെട്ടിടങ്ങൾ കാണുന്നുണ്ട്.
ദൂരെ ആയതുകൊണ്ടാണ് വളരെ ചെറുതായിട്ട് തോന്നുന്നു. ഇതുകൊണ്ട് നല്ല പുൽമേടുകൾ, ഗോതമ്പ് വെച്ചിരിക്കുന്ന പാടങ്ങളൊക്കെ പോലെ തോന്നുന്നു. ഇവിടെയൊക്കെ നിറയും വണ്ടികളൊക്കെ പാർക്ക് ചെയ്തിട്ടുണ്ട്. എന്തൊക്കെയോ ഇത് പറഞ്ഞ പോലെ ഔട്ട്ലെറ്റ്സുകളോ ഫാക്ടറികളോ ഒക്കെ ആണെന്ന് തോന്നുന്നു അവിടെ. ഇത് നല്ല മഞ്ഞ പൂക്കൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ഒരിതാണ് കാണുന്നത്. അത് കണ്ടിട്ട് നടുക്കത്തെ കണ്ടിട്ട് ഗോതമ്പ് വെച്ചിരിക്കുന്നതാണെന്ന് തോന്നുന്നു. ഇതും ഗോതമ്പ് വെച്ചിരിക്കുന്നതിന് ഇടയിലുണ്ടായ കളകളാണോ എന്നറിയില്ല. ഈ മഞ്ഞ പൂക്കൾ കാണുന്നത് സാധാരണ പിന്നെ ഈ കടുക് പാടങ്ങളാണ് ഇതുപോലെ മഞ്ഞ കടലായി നമ്മൾ സാധാരണ കാണുന്നത്. ഇവിടെയും അതുപോലെ നല്ല മഞ്ഞ പൂക്കൾ കാണുന്നുണ്ട്. കുറച്ച് നമ്മൾ വണ്ടിയിൽ നിന്ന് അത്രയും ദൂരെയും വണ്ടി നല്ല സ്പീഡിൽ പോകുന്നതുകൊണ്ട് നമുക്ക് അത് കടുക് വെച്ചിരിക്കുന്നതാണെന്നുള്ള മനസ്സിലാകുന്നില്ല. കടുക് പാടങ്ങളിലും നമുക്ക് നിറയെ ഇതുപോലെയല്ല, കടുക് പാടങ്ങൾ മുഴുവൻ മഞ്ഞക്കടൽ പോലെ ഇങ്ങനെ ഒറ്റ ഇതായിട്ട് ഈ പിന്നെ പൂക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു കൊലയിൽ തന്നെ എത്ര പൂക്കളാണ്. കൂടുതൽ നമ്മൾ ഇങ്ങനെയുള്ള യാത്രയിൽ നമ്മൾ കാണുന്ന ഗോതമ്പ് പാടങ്ങളും കടുക് പാടങ്ങളുമാണ് കാണുന്നത്. ഇപ്പോൾ പിന്നെ മലയുടെ താഴ്വാരങ്ങളിലുള്ള ബിൽഡിങ്ങുകളൊക്കെ കുറച്ചുകൂടെ ക്ലിയറായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ഈ വഴി അങ്ങോട്ടാണെന്ന് തോന്നുന്നു, ആ പ്രദേശത്തേക്കാണെന്ന് തോന്നുന്നു. പക്ഷെ അതല്ലാതെ മെയിൻ റോഡ് വേറെ കാണും. അതൊരു ചെറിയ വഴിയാണ് അവിടെ കണ്ടിരിക്കുന്നത്. അതൊരു ചെറിയ പട്ടണമാണ്. ഇതായിരിക്കും ഒരു പക്ഷേ അങ്ങോട്ടുള്ള റോഡെന്ന് പറയുന്നത്. ഇടയ്ക്കിടയ്ക്ക് പിന്നെ ഇതുണ്ട്, ഗ്യാസ് സ്റ്റേഷൻസ് ഉണ്ട്. നമ്മൾ അവിടെ നിന്ന് പുറപ്പെട്ട ആ പട്ടണം എന്ന് പറയുന്നത് ടിറാനോയാണ്. അവിടെ അതുകൊണ്ട് 9000-ഓളമാണ് അവിടുത്തെ ജനസംഖ്യ. അത് സമുദ്രനിരപ്പിൽ നിന്ന് ഏതാണ്ട് 441 മീറ്റർ ഉയരത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. നമ്മളിപ്പോൾ ഇവിടെ വന്നപ്പോഴത്തേനും നമ്മൾ ഒരു ടണൽ വഴിയായി യാത്ര. എല്ലാം ലൈറ്റിട്ടാണ് വണ്ടി പോകുന്നത്. ടണലിൽ തന്നെ നല്ലതായിട്ട് ലൈറ്റുണ്ട്. ടണൽ കഴിഞ്ഞു. ഇതിപ്പോൾ നമ്മൾ ഇവിടെ നമ്മൾ പാർക്ക് ചെയ്തിട്ട് ഇവിടെയാണ് നമുക്ക് ഇടയ്ക്ക് ബാത്റൂമിലൊക്കെ പോകാൻ വേണ്ടിയിട്ടുള്ള ഇടയ്ക്കുള്ള ഈ 3 മണിക്കൂർ യാത്രയ്ക്കിടയിലുള്ളൊരു നമുക്കൊരു പിന്നെ ബ്രേക്ക് കിട്ടുമെന്ന് പറഞ്ഞ് നമ്മുടെ വണ്ടി ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. ഇതൊരു മലയോട് ചേർന്നുള്ള ഒരു പട്ടണമാണ്. അവിടെ നിന്ന് തിരിക്കുകയാണ്. നമ്മൾ ഈ ടിറാനോയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു രുചികരമായ റെഡ് വൈനുകൾക്ക് പേരുകേട്ട വാൾട്ടേലിന വൈൻ മേഖലയാൽ ടിറാനോ ചുറ്റപ്പെട്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് നിബിയോള ആസ്ഥാനമായുള്ള സഫർസാറ്റ് വാൾട്ടലിന സുപ്പീരിയർ ഇനങ്ങൾ
വൈൻ പ്രേമികൾക്ക് പ്രാദേശിക മുന്തിരിത്തോട്ടങ്ങളും വൈനറികളും നമുക്ക് പര്യവേഷണം ചെയ്യാം. ഇപ്പം നമ്മൾ അവിടെ ടിറാനയിൽ കൂടുതൽ സമയം നമ്മൾ സ്പെൻഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടായിരുന്നെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ ഈ വൈനറികളിലൊക്കെ പോവുകയും അവിടുത്തെ ഈ വൈനുകളൊക്കെ നമുക്ക് നുകരുകയും ചെയ്യാമായിരുന്നു. പക്ഷെ നമ്മളവിടെ പിന്നെ നമ്മളവിടെ ലഞ്ച് കഴിഞ്ഞിട്ട് ഉടനെ തന്നെ നമുക്ക് അധികം സമയം അവിടെ ഇല്ല, വേറെ അവിടെ പോകാനൊന്നും നമുക്ക് സമയമില്ല. അത് കഴിഞ്ഞ് അവിടെ നമ്മളിങ്ങനെ പോരുവാണ്. നമ്മുടെ അടുത്ത ലക്ഷ്യം എന്ന് പറയുന്നത് നേരെ ലുഗാനോ എന്നുള്ള പട്ടണത്തിലേക്ക്, സ്വിസ് പട്ടണത്തിലേക്ക് തിരിച്ചെത്തുക എന്നുള്ളതാണ്. ഇതെല്ലാം കൃഷിയിടങ്ങളാണ്, നല്ല പച്ചപ്പ് കാണുന്നുണ്ട്, ഗോതമ്പ് പാടങ്ങളാണെന്ന് തോന്നുന്നു. കടുപാടങ്ങളും ഉണ്ടെന്ന് തോന്നുന്നു. പുറവശത്തൊക്കെ കുറച്ച് മഞ്ഞപ്പൊക്കെ കാണുന്നുണ്ട്. നമ്മളിപ്പോൾ ഈ പോകുന്ന ഭാഗങ്ങളിലൊക്കെ കൂടുതലും ഇതുപോലെയുള്ള പാടങ്ങളും ബിൽഡിങ്ങുകൾ കുറവാണ്. അതേസമയം നമ്മൾ നേരത്തെ കവർ ചെയ്ത ഭാഗങ്ങളിൽ ബിൽഡിങ്ങുകളെല്ലാമായിരുന്നു കൂടുതൽ. നേരത്തെ യാത്ര ചെയ്യുന്ന ഭാഗങ്ങളിൽ ചെറിയ ഈ കാലുകൾ മുകളിലോട്ട് പിന്നെ പൊങ്ങി നിൽക്കുന്നത് കാണാമായിരുന്നു. അത് നമ്മുടെ മുന്തിരി കൃഷിയാണ്. മുന്തിരിയുടെ കാലുകൾ ഇങ്ങനെ നിൽക്കുന്നതാണ്. ആ കാലുകളിലാണ് അത് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ അത് ഈ പിന്നെ ഇത് മഞ്ഞ് മാറി ഇതായി വെയിലൊക്കെ തെളിഞ്ഞ് കഴിയുമ്പോഴത്തേനും അതിങ്ങനെ പൊട്ടിമുളച്ച് നന്നായിട്ട് അതിലെല്ലാം നിറയെ പിന്നെ മുന്തിരിക്കൊലകളായി വരും. അപ്പോൾ അത് കഴിയുമ്പോഴത്തേനും പിന്നെ അടുത്ത സീസൺ ആകുമ്പം അതെല്ലാം കട്ട് ചെയ്ത് കളഞ്ഞിട്ട് വീണ്ടും നിദ്രയിലേക്ക് പോകും. അങ്ങനെയാണ് അതിൻ്റെ ഒരു സൈക്കിൾ പോകുന്നത്. വീണ്ടും നമ്മൾ അതുകൊണ്ട് ഒരു ലുഗാനോ പട്ടണത്തിൻ്റെ ഔട്ടറിലേക്ക് പോവുകയാണ്. അപ്പം നമ്മൾ ഇവിടുന്ന് നമുക്ക് ആ ഒരു പിന്നെ ഒരു 6 പോലെ ഒരെണ്ണം കാണാം. ഈ നമ്മളിപ്പോൾ റൈറ്റ് സൈഡ് വഴിയാണ് കാണുന്നത്, റൈറ്റ് സൈഡാണ് കാണുന്നത് ബസ്സിൻ്റെ. ഈ റൈറ്റിൽ നിന്ന് അത് ലെഫ്റ്റിലേക്കാണ് അത് പോണത്. ഇത് കുറച്ചുകൂടെ കഴിയുമ്പോൾ നമുക്ക് ലെഫ്റ്റ് സൈഡിൽ അത് ക്ലിയർ ആയിട്ട് കാണാം. നമുക്ക് ആ ഒരു ലുഗാനോ തടാകവും അതിൻ്റെ ഇതാണ് ലെഫ്റ്റ് സൈഡ്. ഇവിടെ നമുക്ക് തടാകം ഈ സൈഡിലിരിക്കുന്നവർക്ക് ആയതുകൊണ്ട് 1 മണിക്കൂറോളം നമുക്ക് ഈ തടാകത്തിൻ്റെ കാഴ്ചകൾ ആസ്വദിക്കാൻ പറ്റും. നമ്മുടെ ഈ ചാനൽ ഇതുവരെയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ ഇത് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക. നമ്മുടെ ഈ ഒരു വീഡിയോ ഇപ്പം തന്നെ തീരുകയാണ്. നമ്മൾ ലുഗാനോ പട്ടണത്തിൻ്റെ അവിടം വരെയും പട്ടണത്തിൻ്റെ പ്രാന്തപ്രദേശം വരെയാണ് ഈ വീഡിയോ കാണിക്കുന്നത്. അടുത്ത വീഡിയോ നമ്മുടെ ലുഗാനോ പട്ടണത്താണ്. ലുഗാനോ പട്ടണത്തിലൂടെയുള്ള യാത്രയാണ് നമ്മൾ പിന്നെ കാണിക്കുന്നത്. ലുഗാനോ പട്ടണത്തിൻ്റെ ഔട്ടർ തുടങ്ങി ലുഗാനോ പട്ടണത്തിൻ്റെ അകം വരെയുള്ളതാണ് നമ്മൾ അടുത്ത വീഡിയോ കാണുന്നത്. ഇനി അടുത്തൊരു വീഡിയോ കാണുന്നവരെ നമുക്ക് എല്ലാവർക്കും നന്ദി, നമസ്കാരം.